5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കൊടുത്താൽ പണി കൊല്ലത്തും കിട്ടും. തമിഴ്നാട്ടുകാരിലെ എല്ലാവർക്കുമില്ല, എങ്കിലും കുറച്ച് പേർക്ക് ഭയങ്കര ഭാഷാഭ്രാന്താണ്. മാത്രമല്ല, അവിടെ ഭരണാധികാരത്തിലിരിക്കുന്ന DMK ആയാലും ADMK ആയാലും എല്ലാവരെയും ഈ ഭാഷയെ, ആളുകളുടെ ഭാഷാ സ്നേഹത്തെ ചൂഷണം ചെയ്ത് വല്ലാതെ ബഹളം ഉണ്ടാക്കി അതിനെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുന്നതിൽ വലിയ ഉത്സാഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ തമിഴ്നാട്ടുകാർക്ക്. ഇപ്പോൾ ഇതാ കമലഹാസനാണ് 8ൻ്റെ പണി കിട്ടിയിരിക്കുന്നത്. കമലഹാസൻ കേരളത്തിൽ വന്ന് പിണറായി വിജയനെ സ്തുതിച്ചിട്ട് പോയി. ഇതൊരു വല്ലാത്തൊരു പ്രശ്നമാണ് കേട്ടോ. ഈ പിണറായി വിജയൻ ഭാഗ്യമുള്ള ആളാണ്, പക്ഷേ അദ്ദേഹത്തെ സ്തുതിക്കുന്നവരും പാടുന്നവരും അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രശ്നം, മഴ, കൊടുങ്കാറ്റ്. ഒരിക്കൽ അമേരിക്കയിൽ പോയി, ഒരിക്കലല്ല പലവട്ടം പോയപ്പോഴൊക്കെ അവിടെ കൊടുങ്കാറ്റും മഴയുമാണ്. ഇപ്പോൾ അതാ നമ്മുടെ പിണറായിയെ വന്ന് സ്തുതിച്ച് ലെജൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് തക് ലൈഫ് എന്ന് പറയുന്നൊരു സിനിമ എടുത്ത് കന്നഡയിൽ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്നാണ് ആ സിനിമ റിലീസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് അതിനിടയിലാണ് അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി, ആ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി ചെന്നൈയിൽ വച്ച് കന്നഡ നടൻ്റെയും കൂടി സാന്നിധ്യത്തിൽ കമലഹാസൻ ഒരു തള്ളി. തമിഴ് ഭാഷയാണ് നമ്മുടെ ഉയിര്, ആ ഉയിരിൽ നിന്നാണ് അമ്മ, തായ്, അതിൽ നിന്നാണ് കന്നഡ ഭാഷ ഉണ്ടായിട്ടുള്ളത്. ഇത് പോരെ, കന്നഡക്കാർ കേട്ടാൽ അവർ വെറുതെ ഇരിക്കുമോ? നിമിഷങ്ങൾക്കുള്ളതിൽ സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായി, ചാനലുകളിൽ വന്നു. കമലഹാസൻ പറഞ്ഞിരിക്കുന്നു, തക് ലൈഫിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇത് തമിഴ് ഭാഷയിൽ നിന്നാണ് കന്നഡ ഭാഷ ഉണ്ടായത്. കന്നഡക്കാർ വെറുതെ ഇരിക്കുമോ? അവർ ആവേശത്തോടുകൂടി കത്തിപ്പും ബഹളവും വേണ്ട ബഹളം ഉണ്ടാക്കി. അവിടുത്തെ സോഷ്യൽ ഹാൻഡിലുകളെല്ലാം അവരെ ഭാഷയെ വലിയ ബഹളത്തിൽ, യഥാർത്ഥത്തിൽ കമലഹാസൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തി. അത് നിരുപദ്രവകരമായൊരു പ്രയോഗമായിട്ട് എടുത്തെടുപ്പ് തമിഴിൽ നിന്നാണ് മലയാളം ഉണ്ടായിട്ടുള്ളതെന്ന് പറയാറുണ്ട്. പലരും ഇങ്ങനെ വന്ന് പ്രസംഗിക്കാറുണ്ട്, കന്നഡ ഉണ്ടായെന്നൊക്കെ പറയാം. അപ്പോൾ ദക്ഷിണേന്ത്യൻ ഭാഷകളെല്ലാം തമിഴിൽ നിന്നാണ് ഉണ്ടായതെന്നൊക്കെ പറയും. അപ്പോൾ കന്നഡക്കാർ പറയുക, അങ്ങനെയല്ല, ഞങ്ങളുടെ ഭാഷ സ്വതന്ത്രമാണെന്നോ ഞങ്ങളിൽ നിന്നാണ് ഉണ്ടായതെന്നൊക്കെ പറഞ്ഞ് തീർത്താൽ മതിയായിരുന്നു. പക്ഷേ അല്ലെങ്കിൽ കന്നഡയിലെ ഏതൊരു സാഹിത്യകാരനെ ഒറ്റ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അത് അവിടെ സിനിമ റിലീസ് ചെയ്താൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ഉടനെ കമലഹാസൻ തന്നെ കൊണ്ട് കേസ് കൊടുക്കുന്നു. സ്വന്തം കേസിന് ബൂമാറാങ് പോലെ തിരിച്ചടി കിട്ടുന്നു. അവിടുത്തെ ഹൈക്കോടതി ചോദിക്കുന്നു, താങ്കൾ ആരുവാ? താങ്കൾ സാഹിത്യകാരനാണോ അല്ലെങ്കിൽ ചരിത്രകാരനാണോ? താങ്കൾ ഈ ഭാഷയൊക്കെ പറയാൻ, താങ്കൾ വേറെ ഒരു സിനിമ നടനല്ലേ, സിനിമ എടുത്ത് കാശുണ്ടാക്കാൻ നടക്കണം, താങ്കൾ എന്തിനാണ് ഇതിലൊക്കെ അഭിപ്രായം പറയുന്നത്? വല്ലാതെ കോടതി കൊട്ടഞ്ഞ് നാശക്കോട്ടയാക്കി. ആ 24 മണിക്കൂർ, ഇന്നലെ 2.5 മണിക്ക് മുമ്പേ മാപ്പ് പറഞ്ഞോളാൻ പറഞ്ഞു. ഉടൻ തന്നെ കമലഹാസൻ പറഞ്ഞു, മാപ്പും ഇല്ല, ഒരു കോപ്പുമില്ല, എനിക്കിതും പറയാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ്, ഞാൻ അവിടെ സിനിമ റിലീസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കൊടുത്തെടുത്ത സിനിമ കന്നഡയിൽ ഇന്ന് കർണാടകത്തിലെ വിവിധ തിയേറ്ററുകളിൽ ഇന്ന് റിലീസ് ചെയ്യാനിരുന്ന കന്നഡ ഭാഷയിലേക്ക് റീമേക്ക് ചെയ്തിട്ടുള്ള സിനിമ അത് ഇല്ല, തഗ് ലൈഫ് ഇല്ല. എന്താണ് സംഭവിക്കുന്നത്? പക്ഷേ ഇതിനകത്തൊരു 8ൻ്റെ പണി കിട്ടിയ വേറൊരു കഥ കൂടെയുണ്ട്. തമിഴ്നാട്ടുകാർക്ക് ആവശ്യമില്ലാത്തൊരു ഭാഷാഭ്രാന്തുണ്ട്. അതായത് അതേസമയം കനിമൊഴി ഇപ്പോൾ അവിടെ പോയി സ്പാനിഷിൽ ഇന്ത്യൻ പ്രതിനിധീകരിച്ചിട്ട് ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ പോയ കൂട്ടത്തിൽ സ്പാനിഷ് പ്രതിനിധി ഇന്ത്യക്കാരൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ രാഷ്ട്രഭാഷ എന്ന് ചോദിക്കുമ്പോൾ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വമാണെന്നൊക്കെ പറഞ്ഞ് ഇത്ര മനോഹരമായിട്ടാണ് കനിമൊഴി അത് കൈകാര്യം ചെയ്തത്. പക്ഷേ തമിഴ്നാട്ടിൽ വരുമ്പോൾ അതല്ല, മാറും. അതാരായാലും, കനിമൊഴിയായാലും ആരായാലും തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ ഒരു ഭാഷാഭ്രാന്ത് കാണിക്കും. കാരണം അവർക്ക് ഭാഷയോടും അവിടുത്തെ ജനതയോടും വെള്ളത്തോടും ഒക്കെ വളരെ വൈകാരികതയുണ്ട്. അവിടുത്തെ ആഘോഷങ്ങളോടും ജല്ലിക്കെട്ടിനൊക്കെ വലിയ വികാരപരമായി പെരുമാറുന്ന ജനങ്ങളാണ് തമിഴ്നാട്ടുകാർ. അതിനെ അവർ നന്നായി മുതലാക്കും. അപ്പോൾ ഇപ്പോൾ കമലഹാസന് ആവശ്യമുള്ള ഒരു കാവ്യനീതിയാണ് നമ്മുടെ മലയാളത്തെ ഹിന്ദി, അതുപോലെ ഹിന്ദി രാഷ്ട്രഭാഷയാണ്, സൗകര്യമുള്ളവർ പഠിച്ചാൽ മതി എന്നാണ് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്. ത്രിഭാഷാ പദ്ധതിയാണ് രാജ്യത്തുള്ളത്, സൗകര്യമുള്ളവർ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് പഠിക്കത്തില്ല, ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു, ഹിന്ദിക്കാരന്മാർ കുഴപ്പമാണ്, അവർ ആര്യന്മാരാണ്, ഞങ്ങൾ ദ്രാവിഡന്മാരാണെന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത സബ്ജക്റ്റുകളിലേക്കൊക്കെ കൊണ്ടുപോയി വിഷയത്തിൻ്റെ ഗതി മാറ്റി ജനങ്ങളെ പിന്തിരിപ്പിച്ച് ജനങ്ങളെ കൂടെ നിർത്തി അവരെ കലാപകാരികളും പല രൂപത്തിലുള്ള ദേശവിരുദ്ധതയൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ കുത്തിവെച്ച് രാഷ്ട്രീയം കൈയാളുന്ന ആ ചേരിയിൽ ചെന്നപ്പെട്ട ഒരാൾ കൂടിയാണ് കമലഹാസൻ. ഇപ്പോഴിതാ നല്ലൊരു പണി പാലും വെള്ളമായിട്ട് തന്നെ കിട്ടി. അദ്ദേഹത്തിന് വലിയൊരു ചിത്രം ഇറക്കാൻ കഴിയുന്നില്ല, അതിൽ സങ്കടമുണ്ട്. ഒരാളൊരു ചിത്രം നിർമ്മിച്ചു കഴിഞ്ഞാൽ, അതിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കും വലിയ സങ്കടമുണ്ട്. പക്ഷേ കയ്യിരിപ്പ് കൂടി നന്നായിരിക്കണം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തോടനുബന്ധിച്ച് ഇപ്പോൾ രാജ്യസഭാ മെമ്പറൊക്കെ ആവുന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ അനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനകളും, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വന്ന് അപ്പോൾ തള്ളിയിട്ട് പോകുന്ന തള്ള്, ഇവിടെ മലയാളികൾ ഇതെല്ലാം അനുഭവിച്ച് ബുദ്ധിമുട്ടിയൊക്കെ നിൽക്കുന്ന ഒരു നാട്ടിൽ വന്നാണ് ഈ തള്ളി മറയ്ക്കുന്നത്. അപ്പോൾ ഞാൻ പിണറായിയുടെ പിന്മുറക്കാരനാണ്, പിണറായി സഖാവിനെ കണ്ടാണ് ഞാൻ പഠിക്കുന്നത്, ഞാനും ഒരു സഖാവാണ്. എന്തൊരു തള്ളുന്നു ഇവിടെ വന്നിട്ട്. ഇപ്പോൾ തള്ളിനെല്ലാം കൂടെ ചേർത്ത് കിട്ടി. കമലഹാസൻ നല്ല നടനാണ്, നല്ല സംവിധായകനാണ്. പക്ഷേ കമലഹാസനെ പോലുള്ളവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ പറയുക, ആവശ്യമുള്ളിടത്ത് ഇടപെടുക, ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോകാതിരിക്കുക, ആവശ്യമില്ലാതെ ആളുകളെ തള്ളിമറയ്ക്കാതിരിക്കുക, പുകഴ്ത്തുന്നതിന് ഇകഴ്ത്തുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടാവുക. ഭാഷയെക്കുറിച്ച് പറയുമ്പോഴും ആളുകളെക്കുറിച്ച് പറയുമ്പോഴും സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോഴും കൂടുതൽ ആഴത്തിൽ പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ട് അറിവുള്ളവരെ കൊണ്ട് പറയിക്കുക. ചരിത്രകാരന്മാരോ സാഹിത്യകാരന്മാരോ പറഞ്ഞിരുന്നെങ്കിൽ
തീർച്ചയായിട്ടും അതിനെ കോടതിയിൽ നല്ല മുഖവിലേക്ക് എടുത്തേനെ. അപ്പോൾ കന്നഡയിലെ സാഹിത്യകാരന്മാരും കന്നഡയിലെ ചരിത്രകാരന്മാരും ഒക്കെ ഇത് പറയും. അപ്പോൾ നല്ലൊരു ഡിബേറ്റ് നടക്കും, അതിലൊരു അന്വേഷണം നടക്കും, ആർക്കിയോളജി വകുപ്പ് വരും, എത്ര മനോഹരമായിട്ട് അത് പോകുമായിരുന്നു. അതിന് പകരമായിട്ട് നിങ്ങളൊരു ഒന്നൊന്നര തള്ളി, ആ തള്ളിനെതിരെ ആവശ്യത്തിനും അനാവശ്യത്തിനുമായ വലിയ കേസായി കർണാടക ഹൈക്കോടതിയിൽ കേസ് വന്നു. ഇപ്പോഴിതാ നിങ്ങൾ ഏറിൽ നിൽക്കുന്നു. വളരെ ബുദ്ധിമുട്ടായി. നിങ്ങളിപ്പോൾ പറയുന്നു മാപ്പുമില്ല, ഒരു കോപ്പുമില്ല.